ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ MSFന് അതൃപ്തി. മന്ത്രിമാർ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചവരെ അവഗണിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി പ്രമേയം പാസാക്കി MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ പിണറായിക്കെതിരെ പരോക്ഷ വിമർശനവുമായി CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമല്ലെന്നും ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നും PP സുനീർ. CPI പണ്ട് ഉന്നയിച്ചതെല്ലാം ശരിയായ കാര്യങ്ങളെന്ന് പിന്നീട് ബോധ്യമായെന്നും CPI അസിസ്റ്റന്റ് സെക്രട്ടറി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താൽപര്യം ഉറപ്പാക്കാൻ അനുബന്ധ കരാർ നീക്കവുമായി സർക്കാർ. അദാനിയുടെ അപേക്ഷ വിശദമായി പരിശോധിക്കും. മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ. വിഴിഞ്ഞം കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ രോഗികൾക്ക് തറയിൽ കിടക്കേണ്ട ദുരവസ്ഥയിൽ ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പനി ക്ലിനിക്ക് പൂർണ്ണമായും പുലേനാർകോട്ട ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി K മുരളീധരൻ. സംസ്ഥാനത്ത് പകർച്ചപ്പനി നിയന്ത്രണ വിധേയമെന്നും മന്ത്രി. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ വഴിത്തിരിവ്. 13-കാരിയുടെ പരാതിയും മൊഴികളും വ്യാജമെന്ന് പോലീസ്. പരാതിക്ക് പിന്നിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് സഹപാഠിയോടുണ്ടായ പ്രതികാര ബുദ്ധി. കസ്റ്റഡിയിലുണ്ടായിരുന്ന സഹപാഠികൾ ഉൾപ്പെടെ 6 പേരെയും വിട്ടയച്ചു. താരസംഘടന അമ്മയിലെ പ്രതിസന്ധികൾക്കിടെ ആരോപണമുന്നയിച്ചവർക്ക് മറുപടിയുമായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പിന്നോട്ടു പോകില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. കുറ്റാരോപിതരുടെ കൂടി വോട്ട് വാങ്ങിയാണ് ശ്വേത പ്രസിഡന്റായതെന്ന് മാലാ പാർവതി. അദാനിയുടെയും അംബാനിയുടെയും പണം വാങ്ങാൻ സംഘടനയെ ഉപയോഗിക്കരുത് എന്നും മാലാ പാർവതി അമൃത ന്യൂസിനോട്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ-ഇ-തോയ്ബ കൊടും ഭീകരനും പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരകരിൽ പ്രമുഖനുമായ സാക്കിർ അഹമ്മദ് ഖാനിയും കൊല്ലപ്പെട്ട ലത്തീഫ് ഭട്ടും ലഷ്കർ-ഇ-തോയ്ബയിലെ ഉന്നത അംഗം. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് നാളെ യോഗം ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ രാജി, കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളെ പരിശോധന എന്നിവ അജണ്ട. ക്ഷേത്രത്തിൽ സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിത മാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറി പരാതി ഉന്നയിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആദരാഞ്ജലി അർപ്പിച്ച് ജനലക്ഷങ്ങൾ. ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒരുമിച്ചു കൂടുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ എളുപ്പമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം വിവാദത്തിൽ. ഏകപക്ഷീയമായ 1 ഗോളിന് പരാഗ്വയെ തോൽപ്പിച്ച് ഫ്രാൻസ് 4ാം തവണയും ക്വാർട്ടറിൽ. ഫ്രഞ്ച് പടയുടെ ജയം എംബാപ്പയുടെ പെനാൽറ്റി ഗോളിൽ. ക്വാർട്ടറിൽ നേരിടുക മൊറോക്കോയെ. ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം എംബാപ്പെ. നാളെ പുലർച്ചെ 1:30 മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേ നേരിടും. 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോ പോരാട്ടം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവും. നമസ്കാരം.